ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1912. ഇന്ന് മാർച്ച് മാസം 26-ാം തീയതി, 85-ാമത്തെ ദിവസത്തിലെത്തി. ഇന്ന് പാതിനോമ്പാണ്. നോമ്പിന്റെ 25-ാമത്തെ ദിവസം. തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ക്രൂശീകരണവും അതിന്റെ പ്രത്യക്ഷ അടയാളമായ കുരിശിലെ ത്യാഗത്തെയും സഭ ധ്യാനിക്കുകയാണ്. അതിനായി ദേവാലയത്തിന്റെ മധ്യത്തില് കുരിശ് പ്രതിഷ്ഠിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ആ കുരിശിലേക്ക് നോക്കിക്കൊണ്ടാണ് നോമ്പിന്റെയും പീഡാനുഭവത്തിന്റെയും ധ്യാനം, പ്രാർത്ഥനകൾ നടത്തുന്നത്. ഇവിടെ കർത്താവായ ക്രിസ്തുയേശു ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കുരിശുമരണത്തിന്റെ അനിവാര്യതയിലേക്ക് പതിയെ അടുത്തെത്തുകയാണ്. എന്താണ് സത്യത്തിൽ കുരിശ്? കുരിശ് ഏതെല്ലാം വിധത്തിലാണ് എന്നെ നിങ്ങളെയൊക്കെ നയിക്കുന്നതും എന്നെ നിങ്ങളെയൊക്കെ നേടുന്നതും? കുറെ കൂടി നമ്മളുടെ സഹനങ്ങളെ ഒന്ന് അടുത്ത് വ്യത്യസ്തമായ വിധത്തിലൊന്ന് കാണാനായിട്ട് കുരിശ് നിർബന്ധിക്കുന്നു. ഒന്നും അടിച്ചേൽപ്പിച്ചതല്ല. നമ്മളാരും അനുഭവിക്കേണ്ടി വരുന്ന, അനുഭവിക്കാൻ മാത്രം വിധിക്കപ്പെട്ട അടിമകളുമല്ല. പലതും തെരഞ്ഞെടുത്തതും ഏറ്റെടുത്തതുമാണ്. ചില നുകം വഹിച്ചേ മതിയാവൂ എന്നതാണ്. ജീവിതം എങ്ങനെയൊക്കെയോ നമ്മൾ കൂട്ടിയും കുറച്ചും നോക്കുമ്പോൾ സഹനങ്ങൾ മാത്രമാവും കാണുക. നമ്മുടെ കുഴപ്പമല്ല, നമ്മുടെ നോട്ടത്തിന്റെയും കുഴപ്പമല്ല. ശരിയാണ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് അവന്റെ സങ്കടങ്ങളെയും സഹനങ്ങളെയും ഒന്ന് മൈനസ് ചെയ്താൽ പിന്നെന്താവും മിച്ചമുണ്ടാവും? അവൻ പോലും മിച്ചമില്ല എന്ന് ദസ്തോവ്സ്കി എഴുതിയിട്ടുണ്ട്. ഒരുവന്റെ ജീവിതത്തിൽ നിന്ന് വ്യസനങ്ങളെ കുറച്ചാൽ, ഇല്ലാതാക്കിയാൽ പിന്നെ അയാൾ പോലുമില്ല. നമ്മളെ നിലനിർത്തുന്നത് പോലും ഈ സങ്കടങ്ങളും സഹനങ്ങളുമാണ്. എങ്ങനെയാണ് നമ്മുടെ കർത്താവിന്റെ രക്ഷാകരമായ ആ സ്ലീബായിൽ കുരിശിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് ഈ സഹനങ്ങളുടെ ഭാരത്തെ ഇറക്കി വെക്കുക, അവ വഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട്, മറികടക്കാനായിട്ട്, ജീവിതത്തിന്റെ ഭാരങ്ങളെയും പ്രതിസന്ധികളെയും സമ്മർദ്ദങ്ങളെയും ഒക്കെ അതിജീവിപ്പാനായിട്ട് എങ്ങനെയാണ് നമ്മൾ പ്രകാശിതരാകുന്നത്? അവങ്കിലേക്ക് നോക്കിയവർ ലജ്ജിച്ചില്ല, അവർ പ്രകാശിതരായെന്ന് പറയാം. അത്തരമൊരു പ്രകാശം അനുഭവിപ്പാനായിട്ട് കർത്താവിന്റെ വിജയകരമായ കുരിശ് എന്നോടൊപ്പം ഉണ്ട്. അത് ഞാനിങ്ങനെ എന്റെ ശരീരത്തിൽ വരയ്ക്കുന്നതിലൂടെ ആ കുരിശിനെ നമ്മൾ കുറെ കൂടി ഉൾക്കൊള്ളുകയാണ്. സഹനത്തെ, നമ്മുടെ കർത്താവിനെ നമ്മൾ കുറെ കൂടി അടുത്തറിയുകയാണ്. ഈ നോമ്പിന്റെ നാളുകളിൽ അതിന്റെ പാതികാലം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അവശേഷിക്കുന്ന പാതി കുറെ കൂടി നമുക്ക് സഹനങ്ങളെ ചേർത്ത് പിടിക്കാം. നമ്മുടെ കർത്താവിന്റെ കുരിശിങ്കില് അവയെ സമർപ്പിക്കാം പ്രാർത്ഥനയോടുകൂടി. ആമേൻ.